തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിലാണ് സംസ്ഥാനം. എന്തൊക്കെ വികസനമാണ് നടന്നിട്ടുള്ളത്? എന്തൊക്കെയാണ് ഇനി ബാക്കി? ജനങ്ങൾ പറയുന്നത് എന്ത്? ജനപ്രതിനിധികളുടെ നിലപാട് എന്താകും? ഓരോ വിവരവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അമൃത ന്യൂസും സജ്ജമാണ്. പ്രത്യേക പരമ്പര തുടരുന്നു. എൻ്റെ പഞ്ചായത്ത്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിലെ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആര് ഭരിക്കുമെന്നത് നാട്ടുകാർ ഉറ്റുനോക്കുന്ന കാര്യമാണ്. നേരിയ മുൻതൂക്കത്തിന് UDF ആണ് പഞ്ചായത്ത് 5 വർഷം ഭരിച്ചത്. എന്നാൽ പുതിയ വാർഡുകൾ ഉൾപ്പെടെ ഉണ്ടായ സാഹചര്യത്തിൽ ഭരണം തിരിച്ചുപിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. വാശിയേറിയ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് മുന്നിലുള്ളത്. ഞാനിപ്പോഴുള്ളത് കോഴിക്കോട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലാണ്. ഈ ഗ്രാമപഞ്ചായത്തിൽ 10 വാർഡുകളുടെ പിൻബലത്തിൽ UDF ആണ് ഭരണം നടത്തുന്നത്. തൊട്ടുപിറകിൽ 8 വാർഡുകളുമായി LDF ഉണ്ട്. ഇനി ആകെ 18 വാർഡുകളുള്ളതിൽ പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് 20 ആകും. അപ്പോൾ പോരാട്ടവും കടുക്കും. കാരശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി നല്ല രീതിയിൽ ഭരണമാണ് കാഴ്ചവെച്ചെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഇപ്പം നിലവിലുള്ള ഭരണസമിതി തന്നെ ഭരിക്കും. അങ്ങനെ എന്തായാലും സാധാരണ 5 വർഷത്തിലാണ് പോകുന്നത്. അങ്ങനത്തെ രീതിയിലാണ് പോകല്. പിന്നെ ഇപ്പോൾ പുതിയ വാർഡിൻ്റെ ഇതൊക്കെ വന്നല്ലോ, എങ്ങനെയൊന്നും പറയാൻ പറ്റൂല. ഈ ഭരണസ്ഥിതി തന്നെ തുടരാൻ ചാൻസ് ഇല്ല. കണ്ടത് കുഴപ്പമില്ല, പോരായ്മകളും ഉണ്ട്. 10-8 ആണ് നിലവിലെ കക്ഷി നിലയെങ്കിലും ഇതിൽ ഒരു വാർഡ് LDFന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിലാണ് നഷ്ടമായത്. നേരിയ വ്യത്യാസം കഴിഞ്ഞ തവണ ഒരു വാർഡ് നറുക്കെടുപ്പിൽ കൂടിയാണ് UDFന് കിട്ടിയിട്ടുള്ളത്. ഈക്വൽ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ഈക്വൽ വോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നറുക്കെടുപ്പിൽ കൂടിയാണ് കിട്ടിയത്. അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 7 കോൺഗ്രസ്, 2 ലീഗ്, ഒരു ജമാഅത്തെ ഇസ്ലാമി, ഇങ്ങനെയാണ് UDF ഭരണം മുന്നോട്ട് കൊണ്ടുപോയത്. CPI 1, CPIM 7. കാരശ്ശേരിയിൽ പ്രതിപക്ഷവും ശക്തരായിരുന്നു. ഗ്രാമപഞ്ചായത്തിൽ സെക്രട്ടറി ഇല്ലാത്തതുൾപ്പെടെയുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ഭരണ തുടർച്ചയുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് UDF. സെക്രട്ടറി തന്നെ ഇവിടെ ഇല്ലാതെ ഒരു 10ാമത്തെ സെക്രട്ടറിയാണ് ഇവിടെ വന്നു പോയത്. കാരണം കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് സെക്രട്ടറിയേ ഇല്ലായിരുന്നു. 16ാം വാർഡിൽ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ടെറഫ് നിർമ്മാണം പൂർത്തീകരിച്ചു. അതുപോലെ പാലിയേറ്റീവ് പേഷ്യൻസിന് വേണ്ടിയിട്ട് ഓഫീസ് കെട്ടിടത്തിന് വേണ്ടിയിട്ട് നമ്മൾ 15ാം വാർഡിൽ നല്ലൊരു കെട്ടിടം നിർമ്മിച്ചു. വാർഡ് വിഭജനങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെയുള്ള ജനങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായിട്ട് ജനങ്ങൾക്കറിയാം. എല്ലാ മേഖലയിലും, അത് കാർഷിക മേഖലയിലാവട്ടെ, വിദ്യാഭ്യാസ മേഖലയിലാവട്ടെ, പൊതുമരാമത്ത് മേഖലയിലാവട്ടെ, അങ്ങനെ പാലിയേറ്റീവ് മേഖലയിലൊക്കെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി 2020 മുതൽ 2025 വരെ മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരു അഴിമതി പോലും നടത്താത്ത, ഒരു അഴിമതിയുടെ കറ പോലും ഇല്ലാതെ, ഒരു ആരോപണം പോലും ഇല്ലാതെയാണ് ഞങ്ങൾ ഈ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോയിട്ടുള്ളത്. അതേസമയം വികസന മുരടിപ്പിന്റെ 5 വർഷങ്ങളെന്നാണ് LDF ആരോപണം. ഈ കഴിഞ്ഞ 5 വർഷം കാരശ്ശേരിക്ക് നഷ്ടപ്പെട്ട 5 വർഷം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വികസന പ്രവർത്തനവും നടത്താത്ത, ഒരു ഗ്രാമീണ റോഡ് നന്നാക്കാത്ത, സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള 6 കോടി രൂപ ലാപ്സാക്കിയ ഒരു പഞ്ചായത്ത്. 22 വർഷത്തോളം LDF ഭരിച്ചിരുന്ന പഞ്ചായത്ത് 2010 മുതലാണ് UDFനോട് അനുഭാവം പ്രകടിപ്പിച്ചത്. എന്നാൽ 2015 LDF തിരിച്ചുപിടിച്ചു. 2020 ആകുമ്പോഴേക്കും വീണ്ടും ചിത്രം UDFന് അനുകൂലമായി മാറി. പുതിയ 2 വാർഡുകൾ കൂടെ ചേർക്കപ്പെടുന്നതോടെ LDF ഇപ്പോൾ പ്രതീക്ഷയിലാണ്. മണ്ഡലം തിരിച്ചുപിടിക്കാൻ LDFും കൈവിടാതെ നോക്കാൻ UDFും കച്ചമുറുക്കുമ്പോൾ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പോരാട്ടവും കടുക്കും. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.